സതീശൻ പക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് MK രാഘവൻ MP KC വേണുഗോപാലിനെ പിച്ച് ചീന്താൻ ഇനിയൊന്നും ബാക്കിയില്ല. പിച്ച് ചീന്തിയവർക്ക് ആത്മസുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്നും അതിന് നേതൃത്വം കൊടുത്തത് ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്നും MK രാഘവൻ പറഞ്ഞു. അല്ല, എല്ലാവരും ചെയ്തല്ലോ അദ്ദേഹത്തെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയുണ്ടോ? അതുകൊണ്ട് ചിലർക്ക് ആത്മസുഖം ഉണ്ടാവും. അതുണ്ടാവട്ടെ. ആർക്കാണ് ആത്മസുഖം? അല്ല, ഉണ്ടാവട്ടെ, ചെയ്തവർക്കുണ്ടാവട്ടെ. അല്ല, ചെയ്തവർക്കുണ്ടാവട്ടെ. അത് എല്ലാവർക്കും ഉണ്ട്, സ്വാഭാവികമല്ലേ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും. പാർട്ടിക്കകത്തുനിന്ന് ഏതെങ്കിലും ഒരു വിഭാഗം ആസൂത്രിതമായി ചെയ്താണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത്തരം ചെയ്ത ആളുകൾക്ക് ഉണ്ടാകുന്ന ആത്മസുഖം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. MK രാഘവന്റെ പോയിന്റ് വളരെ വ്യക്തമാണ്. അത് ആരാണ് ചെയ്തതെന്ന് നമുക്കറിയാം. എന്തായാലും അദ്ദേഹത്തിന്റെ എതിർപക്ഷത്ത് നിന്ന് ആരും അത് ചെയ്തിട്ടില്ല. ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ആ തമ്മിലടിയിൽ കളം പിടിച്ച് നിറഞ്ഞു നിന്നത്. അപ്പോൾ MK രാഘവന്റെ വാക്കുകൾ ചെന്നുകൊള്ളുന്നത് അത് VD സതീശനിലേക്കാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ അത് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദിലിന കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. KC വേണുഗോപാലിന്റെ വസതിയിൽ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ MK രാഘവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. KC വേണുഗോപാൽ വിഭാഗത്തിന്റെ അതൃപ്തി, സതീശനോടുള്ള അതൃപ്തി അതിപ്പോഴും അതിരൂക്ഷമായി തുടരുന്നു എന്നത് തന്നെയാണ്. സ്വാഭാവികമായും മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോകുമ്പോഴും വരുന്ന 5 വർഷക്കാലവും KC വേണുഗോപാൽ വിഭാഗം, KC വേണുഗോപാൽ അതേ അതൃപ്തിയോടെ തന്നെ അവരുടെ കൂടെ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണല്ലോ ഇപ്പോൾ MK രാഘവന്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ KC വേണുഗോപാലിന്റെ വസതിയിൽ നേതാക്കളുടെ തിരക്കാണ്. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. മന്ത്രിസഭാ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ നിർത്തി നിയന്ത്രണം തന്റെ കയ്യിലേക്ക് കൊണ്ടുവരിക എന്നതായിരിക്കുമോ KCയുടെ അടുത്ത ചുവടെന്ന് പറയുന്നത്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ നിയുക്ത മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് എല്ലാ നേതാക്കന്മാരോടും എല്ലാ ഘടകകക്ഷികളോടും ആലോചിച്ചൊരു തീരുമാനമെടുത്തു. അതിൽ മറ്റ് അഭിപ്രായങ്ങളൊന്നും തന്നെയില്ല, അതിൽ മറ്റ് എതിരഭിപ്രായങ്ങൾ തന്നെയില്ല എന്ന് നേതാക്കളടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴും അതിനെ അനുനയിപ്പിക്കാൻ നോക്കുമ്പോഴും ഇപ്പോൾ ഇത് വീണ്ടും തുറന്ന പോരിലേക്ക് തന്നെ ഇപ്പോഴും ഈ പക്ഷങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നേതൃപക്ഷങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോഴും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ MK രാഘവൻ മാധ്യമങ്ങളോട് സംസാരിച്ചതെന്ന് പറയുന്നത്. അതായത് KC വേണുഗോപാലിനെ പിച്ച് ചീന്താൻ ഇനിയൊന്നും ബാക്കിയില്ല, പിച്ച് ചീന്തിയവർക്ക് ആത്മസുഖം കിട്ടട്ടെ എന്നും ആരാണ് പിച്ച് ചീന്തിയതെന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് MK രാഘവൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത് ആരെന്ന് മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിക്കുന്നുണ്ട്. പലരും വീണ്ടും അത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പേര് പറയാൻ MK രാഘവൻ തയ്യാറാകുന്നില്ല. പക്ഷെ അപ്പോഴൊക്കെയും ഇതാരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. അത് പരോക്ഷമായി നമുക്ക് തോന്നുമെങ്കിലും പ്രത്യക്ഷത്തിൽ തന്നെയാണ് അതിന് മറുപടി തന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ KC വേണുഗോപാലിൻ്റെ വസതിക്ക് മുൻപിലാണ്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ നേതാക്കന്മാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. പലരും ഇതിനുശേഷം ചെന്നിത്തലയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. KC വേണുഗോപാൽ അല്പസമയത്തിന് ശേഷം ചെന്നിത്തലയുടെ വീട്ടിലേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ MK രാഘവൻ പറഞ്ഞതനുസരിച്ചാണെങ്കിലും KC ഈ ചെന്നിത്തലയുടെ പരിഭവം പോലും നമുക്ക് തീർപ്പാക്കാവുന്നതേ ഉള്ളൂ. അത് അല്ല, കാര്യങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് അവിടെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി നിൽക്കുന്നത് അത് KC വേണുഗോപാലാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ രീതിയിൽ മന്ത്രിസഭ രൂപീകരിച്ച് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ VD സതീശന് അത്ര എളുപ്പമാകില്ല എന്ന ഉറപ്പാണ്. ഒഫീഷ്യൽ പ്രതിപക്ഷം മറുഭാഗത്തുണ്ടാകും. പക്ഷേ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിപക്ഷമായി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ ഉണ്ടാകും എന്നതിൽ ഒരു സംശയം വേണ്ട. അതിനുള്ള സൂചനകൾ, അതിനുള്ള ആദ്യ വെടികൾ ഇപ്പോൾ തന്നെ പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. MK രാഘവൻ വളരെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. KC വേണുഗോപാലിനെ പിച്ച് ചീന്തി അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. പിച്ച് ചീന്തിയവർക്ക് ആ സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആ സുഖം അവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞത് ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ 5 വർഷക്കാലം VD സതീശന് മുന്നോട്ട് പോകണമെങ്കിൽ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും സ്വന്തം പാർട്ടിക്കുള്ളിലും മന്ത്രിസഭയ്ക്കുള്ളിലും നേരിട്ടേ മതിയാകൂ. KC മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്നേ ഉള്ളൂ. പകരം KCയുടെ ആൾക്കാർ സഭയിൽ നിറച്ചുമുണ്ടാകും താനും.
തീർച്ചയായും KC അത്തരത്തിലൊരു നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിപദങ്ങളെല്ലാം തന്നെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു നീക്കുപോക്കിലേക്കാണ് KC കടന്നു പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്നത് പോലെ MLA-മാരുടെ ബഹുഭൂരിപക്ഷം ഒരു പിന്തുണ KCക്ക് കിട്ടിയ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ MLA-മാരുടെ എല്ലാം ബഹുഭൂരിപക്ഷം പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ ഈ KCയുടെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ബാക്കിയെല്ലാം KCയുടെ കയ്യിൽ ഒതുക്കാനുള്ള ഒരു നീക്കുപോക്കിലേക്കാണ് KC കടക്കുന്നത്. അതിൻ്റെ വലിയ ചർച്ചകളായിരിക്കണം ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അല്പസമയം മുൻപ് സണ്ണി ജോസഫ് അടക്കമുള്ളവരാണ് അകത്തേക്ക് KCയുടെ വസതിക്കകത്തേക്ക് കടന്നു പോയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ഒരു നീക്കുപോക്ക് ചർച്ചകളും അല്ലെങ്കിൽ ഈ അടുത്ത 5 വർഷത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിലും മറ്റ് മന്ത്രിസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ പറയുന്നത് പോലെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കുപോക്കിലേക്ക് KC വേണുഗോപാൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചെന്നിത്തലയാണെങ്കിലും അത്തരത്തിലുള്ളൊരു രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആയിട്ട്. കാരണം ഈ ആഭ്യന്തര മുഖ്യമന്ത്രി ഞാൻ പാർട്ടിക്ക് വിധേയപ്പെട്ടവനാണ്, ഹൈക്കമാൻഡിനെ എല്ലാം അനുസരിച്ച് നിന്നപ്പോഴും എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വലിയ തരത്തിൽ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ പരിഭവം പറയുന്ന ഈ ഒരു രമേശ് ചെന്നിത്തലയും മറ്റ് എല്ലാ ആഭ്യന്തരമടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം തന്നെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാനും തൻ്റെ പക്ഷക്കാരോടൊപ്പം നിർത്താനുമുള്ള എല്ലാ വിധത്തിലുള്ള ഒരു നീക്കുപോക്കും ചെന്നിത്തലയുടെ വസതിയിലും നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ KC വേണുഗോപാൽ അല്പസമയത്തിനകം തന്നെ ഇനി രമേശ് ചെന്നിത്തലയെ കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനു.